തോന്നിയതായിരിക്കും. നമ്മളെ പ്രേതത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടല്ലേ പാറു കിടന്നത്. അതായിരിക്കും നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ തോന്നിയത്. ഞാൻ പേടിച്ചു പോയി എന്റെ ചേച്ചി. ഇതാ അമ്മ പറയുന്നേ, കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ട് കിടക്കണമെന്ന്. കിടന്ന പാറോ, നമുക്കേ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം മൂന്നാർ കൂടി. അപ്പൊ കുട്ടാ, ഞാനേ ചേച്ചിന്റെ അടുത്ത് കിടക്കട്ടെ, നീ ഇപ്പുറത്ത് വന്ന് കിടക്കുവോ? അല്ല, എനിക്ക് നടുക്ക് കിടക്കണോ? പ്ലീസ് അപ്പൊ കുട്ടാ, ചേച്ചിക്ക് പേടിയായിട്ടല്ലേ? നിനക്ക് പേടിയില്ലല്ലോ, നിനക്ക് നല്ല ധൈര്യല്ലേ? വേണ്ട, എനിക്ക് നടുക്ക് കിടക്കണോ. ആ നടുക്ക് കിടന്നോട്ടെ എന്റെ പാറോ, നീ പെട്ടെന്ന് കിടക്കാൻ നോക്ക്. ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നില്ല. അല്ല പാറോ, അമ്മ ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചില്ലായിരുന്നോ? അത് കാണാനില്ലല്ലോ. അത് അമ്മ നമ്മൾ ഉറങ്ങി കഴിഞ്ഞപ്പോ എടുത്ത് കൊണ്ടുപോയി കാണും. അതാ കൊണ്ടുപോകുന്ന അമ്മ പറഞ്ഞില്ലേ? പറഞ്ഞിനി. ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല പാറു. നോക്കി ചേച്ചി, നമ്മുടെ അപ്പുകുട്ട നല്ല കുറുക്കം വലിച്ച് ഉറങ്ങാണ്. നമുക്ക് പേടിച്ചിട്ടായിരിക്കും ഉറക്കം വരാത്തെ അല്ലേ പാറു? ഒന്ന് ഉറങ്ങാൻ എന്താ ചെയ്യാ? ഞാൻ വിചാരിച്ച നമ്മുടെ വീട്ടിൽ മാത്രം പ്രേതത്തിന്റെ പ്രശ്നമുള്ളതെന്ന്. ഇവിടെ അങ്ങനെ ഉണ്ടെന്നാ തോന്നുന്നേ. ഇനി പ്രേതം നമ്മൾ പോകുന്നതിലൊക്കെ വരുന്നതായിരിക്കും ചേച്ചി. എന്റെ പാറു, ഈ പിന്നെയും പ്രേതം പ്രേതം എന്ന് പറഞ്ഞിട്ട് ഉള്ള സമാധാനം കൂടി കളയല്ലേ. എങ്ങനെയൊന്ന് രാവിലെ ആയാൽ മതിയായിരുന്നു. ഇതാരാ എന്റെ റൂമില് 3 അതിഥികള്? എന്തായാലും ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കല്ലേ കിടന്നത്. ഇപ്പൊ എനിക്ക് കൂട്ടിന് ആൾക്കാരെ കിട്ടിയല്ലോ. പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴയാ. തണുത്തിട്ടും വയ്യ. ഈ കൊച്ചുങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കാം. നല്ല ചൂടായിരിക്കും. ആ പാലമരത്തിൽ എന്തൊരു തണുപ്പായിരുന്നു. നല്ല മത്ത് പിടിപ്പിക്കുന്ന മണം. ഇനിയിപ്പോ വയറ്റില് സ്ഥലമില്ല, അതുകൊണ്ട് കിടന്ന് ഉറങ്ങാം. എന്തൊരു നശിച്ച മഴയാണിത്. എപ്പൊ തുടങ്ങിയതാ, ഇതുവരെ നിർത്തിയിട്ടില്ല. അമ്മേ, മോളെ, നീ ഇത്ര നേരത്തെ എഴുന്നേറ്റോ? നിനക്ക് കുറച്ച് കഴിഞ്ഞ് എണീറ്റ പോരേനെ മോളെ? അവിടെ എപ്പോഴും പൊളിച്ചേക്ക് എണീക്കുന്നതല്ലേ? അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഇന്നലെ നേരത്തെ കിടന്നല്ലോ. അവിടെ ആവുമ്പോ 11-11:30 കഴിയും ഉറങ്ങാന്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീക്കുകയും കൂടി ചെയ്യുമ്പോഴേക്കും ആകെ ഒരു ക്ഷീണമായിരിക്കും. ഇതിപ്പോ ഇന്നലെ നേരത്തെ കിടന്നോണ്ടേ രാവിലെ എണീറ്റപ്പോ തന്നെ നല്ലൊരു ഉന്മേഷവും ഉഷാറും ഒക്കെ ഉണ്ട്. ചായ ഉണ്ടാക്കാലോ അമ്മ? എന്നാലേ മോളൊന്നും ഉണ്ടാക്കണ്ട, അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പിള്ളേരൊക്കെ എപ്പോഴാ എഴുന്നേക്കാന്ന് വെച്ചാ വന്ന് കഴിച്ചാൽ മാത്രം മതി. അപ്പൊ അമ്മ ഇന്ന് ഒത്തിരി നേരത്തെ എഴുന്നേറ്റ് കാണുമല്ലേ? അതൊന്നുമില്ല, എന്നും കാലത്ത് തന്നെ എണീക്കും മോളെ. ഞാൻ പണ്ടേ തൊട്ടുള്ള ശീലല്ലേ. അല്ല, നിന്റെ അമ്മായിമ്മേന്റെ എന്താ വിവരമുണ്ടോ? രാത്രിയിൽ ഏട്ടനെ വിളിച്ചിരുന്നു. ഇവിടെ ഒരു അഭയാർത്ഥി ക്യാമ്പ് ഉണ്ടല്ലോ ആ സ്കൂളില്, അവിടെയാണുള്ളത്. രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വരട്ടെ. അമ്മയൊന്നും പറയാനൊന്നും പോണ്ട, അതിന് പ്രത്യേക സ്വഭാവമാ. അതെ, ഇവിടെ വന്നാലും ഇത് അതിന്റെ വീടാന്ന് കരുതി നമ്മളെയും എടുത്തിട്ട് ഭരിക്കും. അതാണ് അതിന്റെ സ്വഭാവം. എന്നാലും കുറെ കാലം ഞാൻ അതിനോട് 2 വർത്താനം പറയണമെന്ന് വിചാരിച്ചിട്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് വരുമായിരിക്കും. അല്ല, പിള്ളേരൊക്കെ എപ്പോഴാ എണീക്കുക? കണക്കാണ് അമ്മേ. സ്കൂളുള്ള ദിവസം ഞാൻ എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി എണീപ്പിക്കണം രണ്ടിനെയും. ഇപ്പൊ പിന്നെ സ്കൂളും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് ലോട്ടറി അടിച്ച ഫീലാപ്പോ. തോന്നിയ സമയത്ത് എണീറ്റാ മതിയല്ലോ, പുസ്തകമൊന്നും തുറക്കുകയല്ല. രണ്ടാളും പഠിക്കലില്ലേ? സ്കൂളിൽ മാർക്കൊക്കെ ഉണ്ടാവല്ലേ മോളെ? പാറുവിന്റെ കാര്യം കണക്കാമേ, എന്തൊരു മടിച്ചാന്നറിയോ? ഓളെ ചേർത്ത് ഫീസ് വെറുതെ ആയെന്ന് പറഞ്ഞ് പ്രിയൻ എപ്പോഴും പറയും. സത്യാണത്, ഒരു വക പഠിക്കത്തില്ല. സ്കൂളിൽ പോവാനും മടിയാ. സ്കൂളില്ലാന്ന് കേട്ടാലും അന്ന് വലിയ ഉത്സവാ. പ്രിയ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടായാലും അത്യാവശ്യം മാർക്കൊക്കെ വാങ്ങിക്കൂട്ടും. ഇനി മറ്റേ ചെറുതിനും കൂടി ഈ വട്ടം സ്കൂളിൽ ചേർത്തെന്ന് വിചാരിച്ചതാ. അതിനിപ്പോ അപ്പോഴേക്കും മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയില്ലേ. ഇനിയിപ്പോ കുറച്ച് കഴിയട്ടെ. അവരുടെ സ്കൂളിൽ തന്നെ ചേർത്തിയാ മതി. എന്നാ പിന്നെ അവരുടെ കൂടെ പോയിക്കോളല്ലോ. അങ്ങനെ തന്നെയാ വിചാരിച്ചിരിക്കുന്നേ. മഴ ഒട്ടും തോരുന്നില്ലല്ലോ അമ്മേ. ഇങ്ങനെ ആയാലും ഞങ്ങളെ വീടൊക്കെ മുങ്ങി പോവോ? ഈ വട്ടം പരക്കെ മഴ തന്നെയാ മോളെ. മഴക്കാലം എത്തുന്നതിന് മുന്നേ മഴ പെയ്യാൻ തുടങ്ങിയില്ലേ. ഇവിടെയൊക്കെ എത്രയോ വെള്ളം കൂടുതലാ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനേക്കാള്. പിള്ളേരുടെ കാര്യ സ്കൂളിൽ പോവാതെ ഇങ്ങനെ എത്ര നാളാ ഇരിക്കുക? എന്തായാലും ഇപ്പൊ കുറെ മാസത്തേക്ക് സ്കൂളും കാര്യം ഒന്നും ഉണ്ടാവില്ല. സ്കൂൾ മുഴുവൻ അഭയാർത്ഥിക്കാൻ ബാക്കിയിരിക്കല്ലേ. ഇനി വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി ഇവരെയൊക്കെ വേറെ താമസ സ്ഥലമൊക്കെ റെഡിയാക്കണ്ടേ. അതിന് ശേഷം സ്കൂളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ വട്ടം നല്ല വെള്ളമല്ലേ വന്നത്. മോളൊരു കാര്യം ചെയ്യ്, ട്യൂഷന് ആരെങ്കിലും ഏർപ്പാടാക്കാം നമുക്ക്. അവരാകുമ്പോ വീട്ടിൽ വന്ന് പഠിപ്പിച്ചോളല്ലോ. പിള്ളേര് ഒന്നും പഠിച്ചൊന്നും മറന്നുകൊണ്ട. അതൊരു നല്ല കാര്യമേ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ട്യൂഷൻ ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് അറിയോ? അപ്പുറത്തെ വീട്ടിലൊരു ടീച്ചർ വരാറുണ്ട് അപ്പുറത്തെ മോളെ പഠിപ്പിക്കാനേ. ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കാം ഇവർ കൂടി എടുക്കാൻ പറ്റുമോന്ന്. ആയിക്കോട്ടെ, ഇന്ന് തന്നെ വരാൻ പറ്റുമെങ്കിൽ അത്രയും നന്നായി. പിള്ളേർക്കൊക്കെ ഭയങ്കര മടിയായിരിക്കുന്നുണ്ട്. പോരാത്തതിനെ ചെറുതിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അറിയാതെ അങ്ങ് സ്കൂളിലേക്ക് വിട്ടാൽ സ്കൂളുകാർ ചീത്ത അറിയും. കുട്ടിക്ക് പെന്ന് പിടിക്കാൻ അറിയില്ല, പെൻസിൽ പിടിക്കാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വിടുകയും വേണം, ഫീസും കൊടുക്കണം. അതാ അവസ്ഥ. പിള്ളേരൊക്കെ എന്തായാലും നല്ലോണം പഠിപ്പിക്കണം. നാളല്ലേ അവർക്ക് ഭാവിയിൽ എന്തായാലും നല്ല പണിയും എല്ലാ കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടമ്മേ. പക്ഷെ മക്കളോട് അതിനനുസരിച്ച് പഠിക്കണ്ടേ. നമ്മളെന്തോ അവരെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന മാതിരി അവർക്ക്. ഇതെന്താ നമുക്ക് വേണ്ടിയിട്ടാണ്, അവരെ ഒന്നാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അവർക്ക് വലുതായി കഴിഞ്ഞിട്ടല്ലേ മനസ്സിലാവുള്ളൂ. പണ്ട് നീയും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഞാനും അച്ഛനും കൂടി രാവിലെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിന്നെ എണീപ്പിക്കാൻ നോക്കിയാൽ ഞങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്ന് എണീറ്റ് നിൽക്കും. ഞങ്ങളൊന്ന് അടുക്കളയിലേക്ക് അങ്ങോട്ടോ പോകുമ്പോഴേക്കും നീ വീണ്ടും പുറത്തിന്റെ ഉള്ളിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ഇപ്പോഴല്ലേ നിനക്ക് മനസ്സിലായത് ഒരു ജോലിയും പഠിത്തമൊക്കെ എത്രമാത്രം പ്രധാനമായിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാ.
കല്യാണം കഴിഞ്ഞ് ഏട്ടന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ജോലി ഇല്ലാത്തതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് ഞാൻ അറിഞ്ഞു തുടങ്ങി. ആ മോക്ക് വിഷമായോ? അമ്മ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇനിയുള്ള മക്കൾക്കെങ്കിലും ഇങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടാവരുത്. അതുകൊണ്ട് അവരെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട ഒക്കെ പഠിപ്പിക്കുക തന്നെ വേണം. പണ്ട് അച്ഛനും അമ്മയും പഠിക്കാൻ പറയുമ്പോൾ പഠിക്കേനീന്ന് പിന്നെ ഒരുപാട് വട്ടം ഞാൻ ആലോചിച്ചിരുന്നിട്ടുണ്ട് അമ്മേ. അമ്മ പറഞ്ഞത് സത്യ. എന്റെ മക്കൾക്ക് അവസ്ഥ വരരുത്. അവരെ ഞാൻ എന്തായാലും നല്ലോണം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ആ അതാ ഞാനും പറഞ്ഞേ. എന്തായാലും ഞാനേ മഴ ചോരുന്നു തോന്നുന്നില്ല. ഞാൻ കൊട എടുത്തിട്ടേ ഒന്ന് അപ്പുറത്ത് പോയിട്ടെ ആ ട്യൂഷൻ ടീച്ചറെ കാര്യം ഒന്ന് ചോദിച്ചു നോക്കാം. രാവിലെ തന്നെയാണ് ട്യൂഷൻ ടീച്ചർ വരാറ്. നേരിട്ട് കാണാൻ പറ്റിയാലേ അതിനോട് കാര്യമൊക്കെ ചോദിക്കാലോ, ഫീസും മറ്റൊക്കെ. ആ ശരി അമ്മ, എന്നാല് ഞാനും വരണോ? വേണ്ട മോളെ, നല്ല മഴയാ. മോക്ക് ഇങ്ങനെ മഴയത്തൊന്നും ഇറങ്ങി ശീലമില്ലല്ലോ ഇപ്പൊ കുറെ കാലമായിട്ട്. അതുകൊണ്ടേ അമ്മ പോയിട്ട് വരാം. ശരി അമ്മേ. അമ്മ പറഞ്ഞ എത്ര കാര്യ. പണ്ടൊക്കെ എന്നോട് പഠിക്കാൻ പറയുമ്പോ എനിക്ക് എന്തൊരു ദേഷ്യമായിരുന്നു. ഇപ്പൊ പാറ് കാണിക്കുന്ന അതേ കളിയാ ഞാൻ കളിച്ചോണ്ടിരുന്നേ. എന്നിട്ടിപ്പോ എന്തായി? ഞാൻ പഠിച്ചില്ല, എനിക്ക് പോയി. മറ്റേ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് നല്ലൊരു ജോലി കിട്ടില്ലായിരുന്നോ? എന്നാ എന്റെ അമ്മായിമ്മയും നാത്തൂരും കൂടി എന്റെ തല കയറി നിരങ്ങില്ലായിരുന്നു. മോളെ അച്ഛമ്മയുടെ അച്ഛമ്മ കുളിക്കാണല്ലോ. മുത്തശ്ശി കയറി വാ, ഇരിക്കേ. ഇല്ല മോളെ, മുത്തശ്ശിക്ക് കയറാനൊന്നും സമയമില്ല. വിരുന്നാരുണ്ട് വീട്ടിലെ. മോളെ ട്യൂഷൻ ടീച്ചർ ഒന്നും വന്നില്ലേ? ഇല്ല, ഇപ്പൊ വരാനാവുന്നതേ ഉള്ളൂ. ഇന്നിച്ചിരി വൈകുന്നു പറഞ്ഞായിരുന്നു ടീച്ചർക്ക് എവിടെയാ പോവാനുണ്ടെന്ന്. ആണോ? എന്നാലേ ടീച്ചർ വരുമ്പോ മോളെ ഒരു കാര്യം ചോദിക്കണം. സുലുവിന്റെ മക്കള് വന്നിട്ടുണ്ടേ, സുലു ആന്റീന്റെ മോക്കറിയില്ലേ? ആ ഓർക്കൂടിയേ 2-3 ആൾക്കാരുണ്ടെന്ന് പറയും. ഓർക്കൂടി ഒന്ന് ട്യൂഷൻ എടുക്കാൻ പറ്റുമോന്ന്. പറ്റെങ്കിൽ ഒന്ന് മോള് ചോദിച്ചു പറയണട്ടോ. എത്ര ഫീസ് മോളൊന്ന് ചോദിക്കണേ. ആ ശരി മുത്തശ്ശി, ഞാൻ ടീച്ചർ വന്നിട്ട് ചോദിച്ച് പറയാം. എന്നാ മുത്തശ്ശി പോവാട്ടെ മോളെ, നല്ല മഴയാ. മോളെ അകത്തേക്ക് പോയിക്കോ, മിന്നലും ഇടിയൊക്കെ ഉണ്ട്. ആ ശരി മുത്തശ്ശി. ഓ വീട്ടിലെത്തുമ്പോഴേക്കും ഞാനാകെ നനഞ്ഞു കുളിക്കുന്ന തോന്നുന്നേ. ഓ അമ്മ എത്തി. ആ അല്ല മോളെ, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? അമ്മ പോയിട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. എന്ത് റെഡിയും മിന്നിലോ. അമ്മ പെട്ടെന്ന് അകത്തേക്ക് കയറി. ഓ അമ്മയ്ക്ക് ഇതൊക്കെ ശീലം മോളെ. മക്കളെ എഴുന്നേറ്റോ? ഇല്ലമ്മ, അവരിതുവരെ എഴുന്നേറ്റിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ അവർക്കൊരു സമയം കണക്കാവണം എണീക്കാന്. അല്ല അമ്മ പോയിട്ട് എന്തായി? ഇന്ന് ട്യൂഷൻ ടീച്ചർ വന്നില്ലെന്നാ മോള് പറഞ്ഞത്. ഞാൻ ദാക്ഷായണിയത്തിനെ കാണാൻ വിചാരിച്ച് പോയപ്പോ ഒരു കുളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മോളോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ട്യൂഷൻ ടീച്ചർ വന്നാലും ആ വിവരം ഒന്ന് പറയാനേ. പിന്നെ 2-3 കുട്ടിയെ കൂടി ട്യൂഷൻ എടുക്കുമെന്ന് ചോദിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓള് വിവരം പറയാന്ന് പറഞ്ഞേണ്. അമ്മ വേഗം അകത്തേക്ക് കയറി. ഓ പേടിയാവുന്നു മിന്നലും ഇടിയും കൂടെ കണ്ടിട്ട്. ട്യൂഷൻ ഒന്ന് സെറ്റ് ആയില്ലേ പാതി സമാധാനായി അമ്മേ. ഇത് മോള് പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരെന്തായാലും വിവരം പറയും. മാത്രല്ല അവര് ഇതിന്റെ അടുത്തൊക്കെ വേറെ കുട്ടികളെ ട്യൂഷന് കിട്ടുമെന്നൊക്കെ ആദ്യം നോക്കീനി. അതുകൊണ്ട് എന്തായാലും ഓൾക്ക് പൈസ കിട്ടുന്ന കാര്യല്ലേ. അതുകൊണ്ട് ഓരെന്തായാലും ട്യൂഷൻ എടുക്കൂല ഒന്നും പറയില്ല. പൈസ ഇനിയിപ്പോ എത്രയ്ക്കും പറയാന്നാ. ഓ അത് ഇനിയിപ്പോ എത്രയായാലും വേണ്ടിയില്ല. 3 എണ്ണത്തിനൂടി എടുക്കുന്നതല്ലേ. പിള്ളേരൊന്ന് പഠിച്ചു കിട്ടിയാ മതി. അല്ല ഇതിങ്ങൾ എന്താ ഇനി എണീക്കാത്ത? ഓര് കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ഒട്ടും വെളിച്ചമില്ലാത്ത റൂമല്ലേ അമ്മേ. അപ്പം നേരം വെളുത്തൊന്നും ഓരോ അറിഞ്ഞു കാണൂല. അല്ലേലേ എഴുന്നേക്കാൻ മടിയുള്ളവരവര്. എന്നാലും ഇങ്ങനെയായി എങ്ങനെ ശരിയാവുക? ട്യൂഷൻ ടീച്ചറൊക്കെ നേരത്തെ വരുന്നല്ലേ. മോള് പോയി അവരെ വിളിച്ചുണർത്തി ചായ കൊടുക്ക്. ട്യൂഷൻ ടീച്ചർ ചിലപ്പം അപ്പുറത്തെ മോക്ക് ട്യൂഷൻ എടുത്തിട്ടേ നേരെ ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ മതി. ആ എന്നാ ഞാൻ പോയി വിളിച്ചു നോക്കട്ടെ. അല്ല ഗോപാല എണീറ്റ് ചായ കുടിച്ചോ? ആ എണീക്കാനോ? ഇവരുടെ അല്ല അച്ഛൻ. പിള്ളേർക്കും അച്ഛനും ഒക്കെ ഒരേ സ്വഭാവ. കട്ടിലുണ്ടാ പിന്നെ എണീക്കണം എന്നൊരു വിചാരമില്ല. ആഹാ നേരെ വെളുത്ത് ഉച്ചയാവാനായി. ഇതുവരെ എഴുന്നേറ്റില്ലല്ലേ? പാറോ പ്രിയേ മക്കളെ എണീറ്റ്. എന്തൊരു ഉറക്കാതി. സമയം ഇത്രയും അറിയോ? ഗുഡ് മോർണിംഗ് അമ്മ. ആ അത് ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആവാനായി. രണ്ടുപേരും വേഗം എഴുന്നേറ്റ് വാ. ബ്രഷ് ചെയ്യും. ചായ എടുത്ത് വെച്ചിട്ട് എത്ര നേരം അറിയോ? അപ്പൊ തണുത്ത് പോയിണ്ടാവും. ഓ ഇവിടെ കിടക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു അമ്മ. ഞങ്ങൾ എന്തോ ശബ്ദം കേട്ട് പേടിച്ചമ്മ. എന്ത് ശബ്ദം? അത് ഞങ്ങൾക്ക് പേടിയായപ്പോ വെറുതെ തോന്നിയതാ അമ്മ. ഞങ്ങൾ മാത്രമേ കേട്ടുള്ളൂ, അപ്പുകുട്ടൻ കേട്ടില്ല. അതെ ഞങ്ങൾക്ക് വെറുതെ തോന്നിയതാ. ചേച്ചി പിന്നെ എന്തിനാ എന്റെ ഇപ്പുറത്ത് വന്ന് കിടന്നിരുന്നേ? എവിടെ വന്ന് കിടന്നേ? ഞാൻ ഇവിടെ തന്നെ കിടന്നേ. നോണ പറയല്ലേ, ഇന്നലെ ചേച്ചി എന്റെ ഇപ്പുറത്ത് വന്ന് കിടന്ന് എന്നെ കെട്ടിപ്പിടിച്ച് മുറുക്കി കെട്ടിപ്പിടിച്ചാ ഉറങ്ങിയേ. എന്താ പാറു നീ സ്വപ്നം കണ്ടതായിരിക്കും. ഞാനിതേ അപ്പുകുട്ടനെ കെട്ടിപ്പിടിച്ചാ കിടന്നത്. ഞാൻ ഇവിടെ എണീറ്റിട്ട് പോലുമില്ല. നോണ പറയണ്ട. ചേച്ചിക്ക് രാത്രി പേടിയായിട്ടേ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാന്നൊക്കെ എനിക്ക് മനസ്സിലാക്കിന്. ഇപ്പൊ ഓടിയാർന്ന് നിനക്കല്ല പേടി. അതെനിക്ക് നല്ലോണം മനസ്സിലാക്കിന് ഇന്നലെ. അതിന്റെ പേരിൽ ഒരു അടിയൊന്നും വേണ്ട. രണ്ടുപേരും വേഗം എഴുന്നേറ്റ് വാ. ഞങ്ങൾ മാത്രം എണീറ്റാ മതിയോ? നീ നോക്ക് ഒരുത്തം ഇവിടെ കിടന്നുറങ്ങുന്നത്. നല്ല കൂർക്കം വലിച്ച് ഇപ്പോഴും ഉറങ്ങാ. അവൻ വേണേ കുറച്ചു നേരം അവിടെ കിടന്നോട്ടെ. അവൻ കുഞ്ഞല്ലേ. പിന്നെ ഞങ്ങളിപ്പോ എന്തിനാ അമ്മ വിളിച്ചുണർത്തിയേ? സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഉണർത്തിയ? നല്ല സുഖത്തിൽ അങ്ങനെ ഉറങ്ങായിരുന്നു. ആ സ്കൂളില്ലാന്ന് വിചാരിച്ച് വല്ലാണ്ട് അങ്ങ് സന്തോഷിക്കണ്ട. സ്കൂൾ തുറക്കാൻ എന്തായാലും ഇനി കുറെ കഴിയും. അതുകൊണ്ട് ഇനി അപ്പുറത്തെ വീട്ടിലൊരു ട്യൂഷൻ ടീച്ചർ വരരുത്. അടുത്ത മോളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും തൽക്കാലം അതുപോലെ ഒരു ട്യൂഷൻ ടീച്ചറെ ഇങ്ങോട്ട് വെക്കാനാ വിചാരിക്കുന്നത്. ആ ടീച്ചറോട് തന്നെ അമ്മമ്മ രാവിലെ പോയി ചോദിച്ചിട്ടുണ്ടോ അവരെ വീട്ടില്. അതുകൊണ്ട് ചിലപ്പോൾ ആ ടീച്ചർ ഇങ്ങോട്ട് വരും. അതാ ഞാൻ രണ്ടിനെയും വിളിക്കാൻ വന്നത്. വേഗം പോയി പല്ല് വെച്ച് ഞാൻ കുളിക്കുക എന്തെങ്കിലും ചെയ്ത് റെഡിയായി നിൽക്കേ. എന്താമേ അമ്മ ആരോട് ചോദിച്ചിട്ട് ട്യൂഷൻ ഏർപ്പാടാക്കി? ആരോടാണ് ചോദിക്കണ്ടേ? നിന്റെ അച്ഛനോട് ചോദിച്ചിട്ട് നീ ആരോടാ ചോദിക്കണ്ടേ? ഞാൻ അവളൊരു വർത്താനം കേട്ടില്ല. ആരോട് ചോദിച്ചിട്ടാ ഞാൻ ട്യൂഷൻ ഏർപ്പാടാക്കിയത്? നിന്നോടൊന്നും ചോദിച്ചാൽ നിന്റെ സമ്മതം വാങ്ങിയിട്ടല്ല നിന്നെ ഒന്ന് സ്കൂളിൽ ചേർത്തിയത്. ഇപ്പൊ ട്യൂഷൻ വിടണല്ലോ അതിന്റെ ആവശ്യമില്ല. എന്താ അമ്മേ, ഞാനൊന്ന് സന്തോഷിച്ച് വരിക
മതിയായിരുന്നു സ്കൂളൊക്കെ പോവാതെ. ഓ നശിപ്പിച്ച്. ട്യൂഷൻ ട്യൂഷൻ